ഹലോ, ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രോസ്റ്റാണ്. അത് ചിക്കൻ ബ്രോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാനും മേലെ കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ചിക്കൻ ബ്രോസ്റ്റ്. അതിൻ്റെ ചേരുവകളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അവിടെ കാണിച്ചു തരാം. ചിക്കൻ ഞാൻ കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഈ 2 ടീസ്പൂൺ മുളക് പൊടിയും വെള്ളവും ഇതിലിട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഞാനൊരു 3 മണിക്കൂറായി ഞാൻ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. ചിക്കൻ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് വെള്ളത്തിൽ. അത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്, എന്നിട്ട് അതിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഓട്സ്, വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. ഞാൻ വിനാഗിരി എടുത്തതിൻ്റെ കാര്യം, വിനാഗിരി ആകുമ്പോൾ ചിക്കന് ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും ചെറുനാരങ്ങേനേക്കാളും അത് കുഴക്കുമ്പോൾ. പിന്നെ മൈദപ്പൊടി, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാലപ്പൊടി മതി. അത് നിർബന്ധമില്ല, നല്ല ലേശം ഇടാം. നമ്മളിപ്പോൾ ഇതല്ലേ ചിക്കനായതുകൊണ്ടിട്ട്. മുട്ട 2 എണ്ണം, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഒന്ന് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് ഒരു 5-6 മിനിറ്റ് വെള്ളം കളഞ്ഞ് നമുക്കിത് ഒന്ന് വെള്ളം ഊറിക്കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാനത് വെക്കട്ടെ. അപ്പോൾ ഞാൻ മുളക് പൊടി ഉപ്പും വെള്ളത്തിലിട്ടത് ഞാനത് വെള്ളം വാർന്ന് വെക്കാൻ വേണ്ടി ഞാനൊരു 10 മിനിറ്റ് വെച്ചു. പക്ഷേ ആ മുളക് പൊടി ഞാനത് വേറെ പൈപ്പിൽ വെള്ളമൊന്നും കാണിച്ച് കഴുകില്ല. ആ മുളക് പൊടി ഇതിൽ പിടിച്ചിരിക്കണം. പിന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് മുളക് പൊടി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മൈദപ്പൊടി ഒരു 2-3 ടീസ്പൂൺ വേണം, ടേബിൾ സ്പൂൺ വേണം. കോൺഫ്ലവറും വേണം, 2-3 ടീസ്പൂൺ വേണം. കുറച്ച് ഉപ്പ് മതി, കാരണം നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മതി. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഞാൻ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ചിക്കൻ ബ്രോസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ്, കുരുമുളക് പൊടി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. പിന്നെ ഇപ്പോൾ എന്താണ് ബ്രോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രോസ്റ്റിൻ്റെ പൊടി നമ്മൾക്ക് വാങ്ങാൻ കിട്ടും. അതൊന്നും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതല്ല അധികം. കുറച്ച് ഗരം മസാലപ്പൊടി വേണമെന്നില്ല, ബ്രോസ്റ്റിന് ഇല്ല, പക്ഷെ ഞാൻ ലേശം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് മുട്ട ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി നല്ലപോലെ കൂട്ടി യോജിപ്പിക്കണം. ഒരു മിനിറ്റ് കേട്ടോ. ഇതിലോട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കണം. വിനാഗിരി അല്ലെങ്കിൽ ഇതായാലും മതി നമ്മൾക്ക്, ഈ ചെറുനാരങ്ങ നീര്. പക്ഷെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. കാരണം അപ്പോൾ ഇറച്ചി നല്ല സോഫ്റ്റായിരിക്കും. ഇത് ഞങ്ങൾ ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പോൾ ആൾ വരുമ്പോൾ അവിടെ നിന്ന് ബ്രോസ്റ്റിൻ്റെ പൗഡർ, ആൾ സൗദിയിലാണ് വർക്ക് ചെയ്തത്, അവിടെ നിന്ന് ബ്രോസ്റ്റിൻ്റെ പൗഡറൊക്കെ ആൾ കൊണ്ടുവരായിരുന്നു. പക്ഷെ അത് എൻ്റെ ഇളയ മോന് അത് പിടിക്കാണ്ടായി, അലർജി പോലെ വന്നു. ഭയങ്കര കഫക്കെട്ടും ഇതൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങളത് ഒഴിവാക്കി. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് സാധനങ്ങൾ കൂടുതൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തേതായ കുറേ ചേരുവകളൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഉള്ളതൊക്കെ വെച്ച് ചെയ്യണത്. അങ്ങനെ വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക് ഇത് ചേർക്കാം, കുരുമുളക് പൊടി. എന്നിട്ട് ഇത് നമ്മൾക്ക് ഒരു 1/2 മണിക്കൂർ വെക്കണം. 1/2 മണിക്കൂർ വെച്ചാലേ ഇത് സെറ്റാവുള്ളൂ, അല്ലാണ്ട് അതിന് മുമ്പ് എടുത്ത സെറ്റാവില്ല. എന്നിട്ട് ഇത് 1/2 മണിക്കൂർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഓട്സിൻ്റെ കോട്ടിങ്ങും കൂടി ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ.
അപ്പോൾ ഇതിപ്പോൾ ഞാനിത് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. ഇതിലോട്ട് നമ്മളുടെ എല്ലാ മസാലയും ഞാൻ പുരട്ടി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇതിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കുറച്ച് ഓട്സ് മുക്കിയിട്ട് വേണം വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് ഇത് മുക്കി പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്സിലോട്ട് ഇനി ഉപ്പുപൊടിയൊന്നും നമുക്ക് ഇടണ്ട. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറാം. കുറേ വിതറണ്ട, കുറച്ച് മാത്രം, കോട്ടിങ്ങിന് മാത്രം. എന്നിട്ട് ഇതൊന്ന് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഞങ്ങളിത് വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും ഞാൻ ഉപയോഗിക്കണില്ല. ഇപ്പോൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് പറ്റാത്തത് കൊണ്ടിട്ട് അത് ഞങ്ങൾ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ. പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് ഞാൻ പിറക്കി ഇതിങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പെറുക്കിയിട്ട് വയ്ക്കാം. ഇത് പുരട്ടിയ ഉടനെ ഫ്രൈ ചെയ്യരുത്. ഇതിലേക്ക് കോട്ടിങ് ശരിക്കും പിടിക്കണം, എന്നാലാണ് ഫ്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മസാല പോലെ ഇതിൽ പിടിക്കില്ല, അതിങ്ങനെ വിട്ട പോലെ നിൽക്കും. അത് പാടില്ല. ഇതിങ്ങനെ വെക്കണം. അപ്പോൾ ഞാൻ ഈ ഓട്സ് മുക്കി ഞാൻ എല്ലാത്തിലും പുരട്ടി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് ഞാൻ മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവണം. അത് കഴിയുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിക്കണത്, വെളിച്ചെണ്ണയല്ല. കാരണം ഈ നാടനല്ല ഇത് നമ്മളുടെ സൗദി സ്റ്റൈലുള്ള ബ്രോസ്റ്റാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മളിപ്പോൾ ബ്രോസ്റ്റിൻ്റെ പൊടിയൊക്കെ ഇവിടെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. പക്ഷെ അത് ഇതിനേക്കാളും നല്ലത് ഈ രീതിയിലുള്ള ബ്രോസ്റ്റാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോന്ന് പെറുക്കിയിടാം. കുറേശ്ശെ പെറുക്കിയിടാം. ഇതൊരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ മരിഞ്ഞ് വരുമ്പോൾ അത് പിന്നെ അല്ലെങ്കിൽ ഇതാവും. അപ്പോൾ അത് ഒരു പീസും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രേ പറ്റുള്ളൂ. അതാവട്ടെ. ഇതിൽ കിടന്ന് മുങ്ങി വരണം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സ്മെല്ലല്ല നമുക്ക് വരാം. ഇത് കുരുമുളകിൻ്റെയും മറ്റുള്ള ഇതിൻ്റെ എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും നല്ല ഈ ബ്രോസ്റ്റിൻ്റെ മണം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ എന്തോ ഒരു സാധനം മാത്രമേ നമ്മൾക്ക് ഇതിൽ ചേർക്കാത്തതുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിപ്പോൾ നമ്മൾ കുട്ടികൾക്കൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ സാധനം ഇതിൽ ചേർക്കാത്തത്. ബാക്കിയെല്ലാം ഞങ്ങളപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ വെച്ചിട്ട് ചോദിച്ചിരുന്നു അവിടുത്തെ ഒരു സ്റ്റാഫിനോട്, നിങ്ങൾ ഈ ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ എന്ത് മസാലയൊക്കെയാണ് നിങ്ങൾ ചേർക്കണതെന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിച്ചിട്ടാണ് അന്ന് ഈ വിവരം എനിക്ക് ആൾ ഗൾഫിലുള്ള സമയത്ത് എന്നോട് വിവരം. അങ്ങനെ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നതൊക്കെ. പക്ഷേ ഇതിൽ പിന്നെ ആൾ ബ്രോസ്റ്റിൻ്റെ പൗഡർ കൊടുത്തു വിട്ടപ്പോഴും ഞാൻ കുറച്ചാണ് ഉപയോഗിച്ചത്. പക്ഷേ എൻ്റെ മോനിക്കത് പിടിച്ചില്ല. പിന്നെ ഞാൻ വീട്ടിൽ സ്വയം ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തു തുടങ്ങി. ഇതൊരു ഭാഗം ശരിക്കായിട്ടില്ല. നമ്മൾ വളരെ ഇതിലാണ് ഇട്ടിരിക്കുന്നത്, സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഒത്തിരി ഇതിലായിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടിട്ട് നമ്മളിത് വളരെ സ്ലോയിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചിക്കൻ്റെ ഉള്ളൊക്കെ നമുക്ക് ശരിക്കും വേഗണമല്ലോ, അല്ലെങ്കിൽ പുറം വേഗം തന്നെ നമ്മൾ ഈ ഓട്സൊക്കെ ഇട്ടിരിക്കണോണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് പതുക്കെ എടുക്കാനേ പറ്റുള്ളൂ. ഏകദേശം ഇത് പതുക്കെ പൊരിഞ്ഞ് വരണം. നമ്മൾ ധൃതി പിടിച്ചിട്ട് ചെയ്യരുത്. ഇതൊരിക്കലും ധൃതി പിടിച്ച് നമ്മൾ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം ഞാൻ മറിച്ചിട്ട് നോക്കട്ടെ. ഇതൊരു സൈഡ് പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡായിട്ടുണ്ട്. അടുത്തത് ഞാൻ മറിച്ചിട്ടു. എല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. പതുക്കെ ആയില്ലെങ്കിൽ ഇത് കരിഞ്ഞു. ഈ മുട്ട ഇട്ടിട്ട് നമ്മൾ
ഇത് കൂട്ടി കുഴച്ചപ്പോൾ മുട്ടയുടെ ചുമപ്പ് ഉണ്ണി ഇതിന് കൂടെ കുഴക്കണത് കൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ പോലെ വരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമല്ലല്ലോ ഇതിലെടുത്തിരിക്കണത്, മുട്ടയുടെ ഫുൾ കൂട്ടിയിട്ടല്ല കുഴച്ചത്. അത് സാരില്ല, അതങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഉണ്ടോ? രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് കഴിഞ്ഞു. നമ്മൾക്കിത് രണ്ട് സൈഡായിട്ടുണ്ട്. നമുക്കിത് പോരാ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടുള്ളത് ഇടാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കണമെന്ന് ഞാൻ ഈ ബൗളിലോട്ട് പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയത്. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സെറ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് സെറ്റാണിത്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിടട്ടെ. ഈ ഒരു സൈഡും കൂടി ആവട്ടെ. അല്ല, ഈ സൈഡൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് കൂടി ഇതിൽ കിടന്ന് ശരിക്കും ഒന്ന് മൊരിയണം. ഇതിപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഇതൊരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ശരിക്കും ഒരു സൈഡ് മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളു വേഗമില്ല. ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഇതാക്കിയെടുത്തിരിക്കുന്നത്. ഇത് കരിയണതൊന്നും അല്ല, എന്നാലാണ് അതിൻ്റെ ഉള്ളു ശരിക്കും വേഗമുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതും മൊരിഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾക്ക് കോരിയെടുക്കാം. ലാസ്റ്റ് കൂടി നമുക്ക് കോരിയെടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇതിനൊരു സോസാണ്. അപ്പോൾ അതിന് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഉപ്പ്, പാല്, 1 ടീസ്പൂണോളം പാല് മതി. അതിനുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ, എന്നാലും ലേശം ഉപ്പിടേണ്ടി വരും. ഈ ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഒരു പേരിന് ഉപ്പിട്ടിട്ടുണ്ടായുള്ളൂ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 3-4 അല്ലി വെളുത്തുള്ളി ഇതിലിട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ പാല്, 1 ടേബിൾ സ്പൂൺ പാല്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ആക്കിയിരിക്കുന്ന ചിക്കൻ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഗാർലിക് സോസാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി, അപ്പോൾ ഇന്നിത് കഴിക്കാനായിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഗസ്റ്റിനെ വിളിക്കുന്നുണ്ട്, എൻ്റെ ഒരു ക്യാമറമാനെ. അപ്പോൾ ആളിങ്ങോട്ട് വരിക. അപ്പോൾ എൻ്റെ മകനാണ് എൻ്റെ ക്യാമറമാൻ. ഞാൻ അവനതേ വിളിക്കുകയാണ്. റസു, ഇയാളാണ് എൻ്റെ ഈ ബ്രോസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഇയാളായിരുന്നു എൻ്റെ ക്യാമറയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്തിരുന്നത് ഇയാളാണ്. ഇയാളെ ഞാൻ പതുക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്, കാരണം എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇയാൾക്ക് ഞാൻ ഈ ചിക്കൻ ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇയാളെ കൊണ്ട് തന്നെ ഞാൻ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഞാനൊരു പീസ് കൊടുത്തിട്ട് അയാളുടെ അഭിപ്രായം ആദ്യം പറയണം. നല്ലതാണെങ്കിൽ നല്ലതൊന്നും, ചീത്തയാണെങ്കിൽ ചീത്ത, എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ. ഇപ്പം മമ്മി ഏത് പീസാണ് വേണ്ടത്? ലെഗ് പീസ് പോലെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഈ ഒരു പീസ് വയ്ക്കാം. സോസ് ഈ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവിടങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു, സോസൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സോസൊക്കെ, ഗാർലിക് സോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ കഴിക്കാറില്ല പുറത്തുനിന്ന് അധികം.
അപ്പോൾ ഈ സോസൊക്കെ കൂട്ടിയിട്ട് ഈ ബ്രോസ്റ്റ് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് ശരിക്കും കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാൻ. അതുകൊണ്ട് 2 സോസ് മുക്കിയിട്ട് ശരിക്കും തിന്നിട്ട് അഭിപ്രായം പറയും. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, ക്യാമറയുടെ മുമ്പിലോട്ട് നിൽക്ക്. പതുക്കെ തിന്നു, അത് നിർദ്ദിക്കണ്ട. ഈ സോസ് ഒന്ന് മുക്കി നോക്ക്. 2 സോസ് കൂടി മിക്സ് ചെയ്തിട്ട് കൂട്ടി കഴിക്കും. നന്നായിട്ടുണ്ട്. മറ്റേ എല്ലാം നന്നായിട്ട് വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിതിപ്പോ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടാ? അതേപോലെ തന്നെ ഉണ്ട്. നമ്മള് കടയിൽ നിന്ന് അങ്ങനെ മേടിച്ചിട്ടില്ല. എങ്കിലും നമ്മള് അതേപോലെ തന്നെ ഒരു തന്നെ ഉണ്ട്. ഒരു ഇതല്ല, നന്നായിട്ടുണ്ട്. നല്ല കോട്ടിംഗ് ഒക്കെ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആയിരിക്കും എല്ലാം നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ ടേസ്റ്റ് ചെയ്യാം. ഞാനൊരു ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പിന്നെ ഗാർലിക് പേസ്റ്റ് എനിക്ക് പറ്റില്ല, കാരണം ഉരുളക്കിഴങ്ങ് എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഈ സോസ് ഇട്ടിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയാ. അത് കൈ പിടിച്ചോ. ഇപ്പൊ ആമിനാസ് അടുക്കള ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്, ആമിനാസ് അടുക്കള എന്ന്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ആമിനാസ് അടുക്കള ഉണ്ട്. ഒരു _ ഇട്ടിട്ട് അടുക്കള എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ ചെന്നതിനാൽ ആമിനാസ് അടുക്കളയുടെ എല്ലാ വീഡിയോയും കാണും. ഇൻസ്റ്റാഗ്രാമിൽ സ്കിൽസ് ആണ്, സ്കിൽസ് ഉണ്ട്. പിന്നെ വീഡിയോഗ്രാഫി വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഉമ്മയായിട്ട് എൻ്റെ ഉമ്മയുണ്ട്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം. അത്രേ. അപ്പോൾ ഈ എന്താണ് നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുകയും എൻ്റെ മമ്മിക്ക് പ്രോത്സാഹനം ചെയ്യുകയെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവരും കാണുകയും ചെയ്യണം, എല്ലാവർക്കും അറിയാവുന്നവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നെ ലൈക്കും ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ എൻ്റെ മകൻ എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുകയും മേലെ കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.